കെഎസ്ആർടിസി ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ പൊതുജനങ്ങൾക്ക് ഏറെ ഗുണകരമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹെവി വാഹനങ്ങളുടെ പരിശീലനത്തിന് 9,000 രൂപയും ഇരുചക്ര വാഹന പരിശീലനത്തിന് 3,500 രൂപയുമാണ് ഫീസ്. കെഎസ്ആർടിസി ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിരിക്കുമെന്നും സ്വകാര്യ സ്ഥാപനങ്ങളെക്കാൾ കുറഞ്ഞ നിരക്കാവും ഈടാക്കുകയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറഞ്ഞ നിരക്കിലും ഈ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ സൗജന്യമായിരിക്കും പരിശീലനം നൽകുക. ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അതാത് വകുപ്പ് ഡയറക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് കെഎസ്ആർടിസിയുടെ ആനയറ സ്റ്റേഷന് സമീപത്താണ് പഠനത്തിനായി ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത്. അട്ടക്കുളങ്ങരയിലുള്ള കെഎസ്ആർടിസി സ്റ്റാഫ് ട്രെയിനിംഗ് കോളേജിൽ തിയറി ക്ലാസും ഉണ്ടാകും. ഇത്രനാൾ സ്വകാര്യ സ്ഥാപനങ്ങൾ മാത്രമാണ് പരിശീലന കേന്ദ്രങ്ങൾ നടത്തിയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രൊഫഷണൽ മാനദണ്ഡങ്ങളോടെ കെഎസ്ആർടിസി ഇത്തരമൊരു പരിശീലന കേന്ദ്രത്തിന് തുടക്കം കുറിക്കുന്നത്. കേന്ദ്ര ഉപരിതല മന്ത്രാലയം നിഷ്കർഷിക്കുന്ന അക്രഡിറ്റഡ് ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളുടെ രീതിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. കെഎസ്ആർടിസി ഡ്രൈവർമാർക്ക് പരിശീലനം നൽകിയിരുന്നവരെയാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ പരിശീലകരായി നിയോഗിക്കുന്നത്. സ്ത്രീകൾക്ക് വനിതാ പരിശീലകരുമുണ്ടാകും. ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിനും കാർ ഡ്രൈവിംഗ് പഠിക്കാനും 9,000 രൂപയും ഇരുചക്ര വാഹനങ്ങൾക്ക് 3,500 രൂപയുമാണ് ഫീസ്. കാറും ഇരുചക്ര വാഹനവും ചേർത്ത് 11,000 രൂപ ഫീസ് ഈടാക്കുന്ന പാക്കേജുമുണ്ട്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? എന്നാൽ നമുക്ക് കുറച്ച് വെറൈറ്റി ഫുഡ് കഴിച്ചാലോ? ഷാക്ക്, ബുസായി ബീഫ്, ഫിറ, കസാവ എന്നിങ്ങനെ 40ഓളം സോൾ സ്പെഷ്യൽ ഡിഷസ്. മാത്രമല്ല, നാടൻ വേണ്ടവർക്ക് നാടൻ, ചൈനീസ് വേണ്ടവർക്ക് ചൈനീസ്, അറബിക്ക് വേണ്ടവർക്ക് അറബിക്. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി ആൻഡ് പനമ്പള്ളി നഗർ.